ഓ നന്ദി കർത്താവേ. യേശുവപ്പാ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എത്ര പേര് ദൈവത്തോട് പറയും, കർത്താവേ അവർ നടിയനോട് സംസാരിക്കണമേ, അവിടുത്തെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിന്റെ ആ ഭീകരമായ അന്തരീക്ഷത്തിലായിരിക്കുമ്പോൾ ചുറ്റുപാടുകളിൽ ഉയർന്ന് കേട്ടുകൊണ്ടിരുന്നത് ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളായിരുന്നു. കഴുകന്മാരുടെ ചിറകടിക്കുന്ന ശബ്ദം, അതുപോലെ ക്ഷുദ്ര ജീവികളുടെ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ, കടലിൻ്റെ ഇരുമ്പൽ, ഇതൊക്കെ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ അവന് സമ്മാനിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്തൃദിവസത്തിൽ മറ്റൊരു ശബ്ദം അവൻ കേട്ടു. ആ ശബ്ദം അവൻ കേട്ടപ്പോൾ അവനെ ഭയപ്പെടുത്തുന്ന മറ്റ് എല്ലാ ശബ്ദങ്ങളെയും സ്തോത്രം മറക്കത്തക്കവണ്ണം അതിനെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം യോഹന്നാൻ സ്നാപകൻ, യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൻ്റെ ആ ഏകാന്തതയിൽ സ്തോത്രം അനുഭവിക്കുവാൻ യോഹന്നാന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രിയിൽ നാം കേൾക്കാൻ പോകുന്നത് അതുപോലെ ഒരു ശബ്ദമാണ്. ഭയപ്പെടുത്തുന്ന രോഗങ്ങളുടെ ഹല്ലേലൂയ ശബ്ദങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നാം ഭയപ്പെടുന്ന മറ്റ് പല കോലാഹലങ്ങൾ നമ്മെ പലപ്പോഴും അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ മറ്റെല്ലാ ശബ്ദങ്ങളെയും കീഴടക്കി നമ്മുടെ ഹൃദയത്തെ സ്വാന്തനിപ്പിക്കുന്ന അസ്വർഗീയമായ ശബ്ദം നമ്മുടെ ചെവികളിൽ ഇന്ന് രാത്രിയിൽ ദൈവം പകർന്നു തരുവാൻ ഒരു നിമിഷം കൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമെന്ന് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ പകലേക്കാൾ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് കേൾക്കുവാനിടയായി. ദൈവം ശ്രദ്ധയോടെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥന, പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു നല്ല വ്യക്തിപരമായ ബന്ധം നിലനിർത്തി അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം ശ്രദ്ധയോടെ കേട്ട് നമുക്ക് മറുപടി തരുമെന്ന് നമ്മളെ കേൾപ്പിക്കുവാനിടയായി. ഇന്ന് രാത്രിയിലും ആ ദൈവ സ്നേഹത്തിൻ്റെ മുൻപിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പറയാം, അടിയനിത കർത്താവേ, അടിയനിത അവിടുത്തെ കൃപ എൻ്റെ മേൽ പകരണമേ. ചേർന്ന് പാടാം. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ,
ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയും സമർപ്പണവും അതായിരിക്കട്ടെ. തുറന്നുള്ള സമയങ്ങളിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ കർത്താവ് നമ്മെ ഇരുത്തുവാൻ ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ എന്ന രാത്രിയിൽ ദൈവം ശക്തിയോടെ കരങ്ങളിൽ എടുത്തുപയോഗിക്കുവാൻ നമുക്കാവശ്യമായ ദൈവത്തിൻ്റെ ആലോചനകൾ കർത്താവ് നൽകി തരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വന്നിരിക്കുന്ന എല്ലാവരും കർത്താവ് സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന സഭയ്ക്കും നമ്മുടെ കുടുംബ